കേട്ടു. വയനാട് പുൽപ്പള്ളിയിൽ വീണ്ടും കടുവ ആക്രമണം ഉണ്ടായിരിക്കുന്നു. അമരക്കുന്നിയിൽ തൂപ്രയിൽ ഒരാടിനെ കൂടി കടുവ പിടിച്ചു. പെരുമ്പറമ്പിൽ ചന്ദ്രന്റെ ആടിനെയാണ് കടുവ കൊന്നത്. ഇതോടെ ഒരാഴ്ചക്കിടെ കടുവ കൊന്ന ആടുകളുടെ എണ്ണം 5ആയി. കടുവയ്ക്കായി തെരച്ചിൽ ഊർജിതമാണ്. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ഉണ്ട്. അതിനു മുൻപ് അനീഷ് കുമാറിലേക്ക് പോകും മുൻപ് അവിടെ നിന്നുള്ള ചില പ്രതികരണങ്ങളിലേക്ക്. ഇന്നലെ നമ്മൾ ഡ്രോൺ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കടുവ മിസ്സായിരുന്നു. ആ സമയത്ത് അവിടെ വെടിവെക്കാൻ കഴിഞ്ഞില്ല. DFOന്റെ സംഘത്തോടൊപ്പം തന്നെ ഞാനും ഉണ്ടായിരുന്നു. 11:50 ആയപ്പോഴാണ് ഇവിടുന്ന് ചന്ദ്രേട്ടനെ ചേച്ചി വിളിച്ചു എന്ന രൂപത്തിൽ വാർഡ് മെമ്പർ വിളിക്കുന്നത്. ആ സമയം തന്നെ നമ്മൾ മുഴുവൻ ടീമും RRT സംഘം ഉൾപ്പെടെ DFO ഡിപ്പാർട്ട്മെന്റ് ആളുകളെല്ലാം ഇവിടെ എത്തി. അപ്പോൾ ആടിന്റെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് പോലുമില്ല. ഈ കൂടിന് പുറത്തേക്ക് ആടിനെ വലിച്ചഴയ്ക്കാൻ വേണ്ടി കടുവയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഇവർ എണീറ്റ് ബഹളം വെച്ചപ്പോൾ കടുവ മാറുന്നവരുണ്ടായി. പിന്നീട് പക്ഷേ ഡ്രോൺ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് കടുവയെ കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അല്ല, ഇന്നലെ ഇവിടെ ഫോറസ്റ്റ് ഏരിയ സ്ഥലത്ത് തന്നെ ക്യാമ്പ് ഉണ്ടായിരുന്നു. മാങ്ങാക്കൊല്ലി ഭാഗത്താണ് ഈ കഴിഞ്ഞ രാത്രി ഒരാടിനെയും കൂടെ കടുവ പിടികൂടി. അന്നേരം ഇതിനെ ഭക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. പെട്ടെന്ന് തന്നെ ഫോറസ്റ്റുകാര് ഇവിടെ എത്തുകയും ഈ വീട്ടിനുള്ളിൽ വെറ്റിനറി ഡോക്ടർമാരടക്കം തമ്പടിക്കുകയും ഈ കടുവ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അറിഞ്ഞ് അവിടെ നിന്നും ഇതിനെ മയക്കോടി വെക്കാനുള്ള സാധ്യതകളെല്ലാം തന്നെ ചെയ്യുകയുണ്ടായി. പക്ഷെ ദൗർഭാഗ്യവശാൽ അതിന് ഫലപ്രാപ്തി കണ്ടിട്ടില്ല. എന്നാലും ഈ ശ്രമം നമ്മൾ ഇനിയും തുടരും എന്ന് തന്നെയാണ് അറിയിക്കുന്നത്. കൂടുതലായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അടിയന്തരമായിട്ട് യോഗം ചേർന്ന് തീരുമാനിക്കുന്നതായി. കൂട്ടിക്കവല ഭാഗത്ത് തെർമൽ ഡ്രോണിൽ സൈറ്റ് ചെയ്തിരുന്നു. പിന്നീട് കുറച്ച് പാതിരാത്രി ആയതിനു ശേഷം ഇതിന്റെ സഞ്ചാരപഥം ഇങ്ങോട്ടേക്ക് മാറുന്നതായിട്ടാണ് നമ്മൾ തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ മനസ്സിലായത്. 12 മണിക്ക് ശേഷമാണ് ഈ ഒരു മാങ്ങാക്കൊല്ലി ഭാഗത്ത് ഈ ഒരു ആടിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. അത് അറിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കും. അതിനെ തുടർന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ വെറ്റിനറി ഡോക്ടർമാർ ഇവിടെ ഈ ആടിനെ പിടിച്ച് കൊന്ന വീട്ടിൽ തന്നെ തമ്പടിക്കുകയും കടുവ വീണ്ടും വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി അവിടെ വെച്ചിട്ട് ഇതിനെ മയക്കൂടി വെക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. പക്ഷേ ഫലപ്രാപ്തി കണ്ടില്ല. എന്നാലും നമ്മൾ ഇനിയും ഈ ശ്രമങ്ങൾ തുടരുന്നതാണ്. ഇപ്പോൾ വിസിബിലിറ്റിക്ക് പുറത്താണോ സാർ? അതെ, നിലവിൽ ഇനിയിപ്പോ നമ്മൾ ഈ പകൽ സമയമായതുകൊണ്ട് തെർമൽ ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള പരിശോധനയ്ക്ക് പകരം നോർമൽ ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള പരിശോധന തുടരുന്നതാണ്. MS അനീഷ് കുമാർ വയനാട്ടിൽ നിന്ന് തുടരുന്നുണ്ട്. അനീഷ്, ഇപ്പോ DFOയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അവരെ സംബന്ധിച്ച് ഈ കടുവയെ അവർ കാണുന്നുണ്ട്. അവർക്ക് കടുവയുടെ സാന്നിധ്യം എവിടെയാണുള്ളത് എന്ന് അറിയാം. പക്ഷെ പ്രശ്നം ഈ കടുവയെ ഒരു ദൂരപരിധിയിൽ കിട്ടുന്നില്ല എന്നതാണ്. പക്ഷേ നാട്ടുകാർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അവരെ സംബന്ധിച്ച് ആശങ്ക മാത്രമാണല്ലോ അവരുടെ മുന്നിലുള്ളത്. ഇപ്പൊ നമ്മൾ കണ്ടു കടുവ കൊന്നിട്ട് ആടിന്റെ ദൃശ്യങ്ങൾ കണ്ടു. ഈ 5-ാം ദിവസം ആവുമ്പോഴത്തേക്കും അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണമൊക്കെ എങ്ങനെയാണ് വരുന്നത്? ഇപ്പോ കടുവ ഇവിടെ എവിടെയും തിരിച്ചു ചെന്ന ഒരു പതിവില്ലല്ലോ. പിന്നെയും ആ വീട്ടിൽ തന്നെ പരിശോധനയുമായി നിൽക്കുന്നതിന്റെ സാഹചര്യം എന്താണ്? ശ്രീജ, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഇടമാണ് തൂപ്രായിൽ ചന്ദ്രൻ എന്നയാളുടെ വീട്, അതായത് അംഗൻവാടിക്കടുത്തുള്ള സ്ഥലത്ത് ഈ ഭാഗത്ത്, അതായത് ഈ കൂടിന്റെ ഇങ്ങേയറ്റത്താണ് ആ കയറ് പോലും പൊട്ടിക്കിടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവിടെ നിന്നാണ് ആ ആടിനെ കടുവ പിടിച്ചെടുക്കുന്നത്. ഒരുപക്ഷെ ഈ തൊഴുത്തിന് പിന്നിൽ കാണുന്ന ഇടങ്ങൾ ഒരു കുറ്റിക്കാടുകൾ നിറഞ്ഞ ഒരു വനപ്രദേശത്തും പോലെ കിടക്കുന്ന സ്ഥലങ്ങളാണ്. ആ കാപ്പിച്ചെടികളുണ്ട്. ഈ ഭാഗത്തൂടെയൊക്കെ ആവാം ഒരുപക്ഷെ കടുവ എത്തിയിരിക്കുന്നത്. അങ്ങേയറ്റം ഒരു വിജനമായ മേഖലയാണ് ഈ തൊഴുത്തിന് അപ്പുറ ഭാഗത്തേക്ക്. ആ തോട്ടത്തിന് താഴെ ഉള്ളത് കിടക്കുന്നത് ഒരു പാടമാണ്. പാടം എന്ന് പറഞ്ഞാൽ വിശാലമായ ഒരു മേഖല. ഒരു വശത്ത് ജലാശയമുണ്ട്, അതിന്റെ തൊട്ടിപ്പുറത്ത് നെൽപ്പാടം. അത് കഴിഞ്ഞാണ് ഈ കാട് പോലെ കാണുന്ന സ്ഥലം. അതിനിപ്പുറമാണ് ഈ കോളനിയിലേക്ക് എത്തുന്ന ഈ തൂപ്ര അംഗൻവാടിയുടെ സമീപമുള്ള ഈ സ്ഥലം. ഇവിടെ നിന്നും ആടിനെ കടിച്ചെടുത്ത ശേഷം പുറത്തേക്ക് ഇടുകയാണ് ചെയ്തത്. കടിച്ചെടുത്ത ആടിനെ പുറത്തേക്ക് ഇട്ടു. അപ്പോഴേക്കും ഈ വീട്ടുകാർ വിവരം അറിയുകയും ബഹളം വെക്കുകയും ചെയ്തപ്പോൾ ആടിനെ ഉപേക്ഷിച്ച് ഈ പതിവ് പോലെ കടുവ കടന്നു കളഞ്ഞു. പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വിവരം അറിയിച്ചതിനെ തുടർന്ന് അവർ സ്ഥലത്ത് എത്തുകയും ആടിനെ
വീടിന്റെ മുൻവശത്തേക്ക് മാറ്റിയിടുകയുമായിരുന്നു. ഒരുപക്ഷെ ഈ വഴിയിൽ കൂടെയൊക്കെ ഈ ഭാഗത്തൂടെ ആവാം ഈ കടുവ ഓടി രക്ഷപ്പെട്ടിരിക്കുക. അതുകൊണ്ട് ആടിനെ ഇവിടെ ഇട്ടു. സാധാരണഗതിയിൽ ഒരു ആടിനെ അല്ലെങ്കിൽ മറ്റു ജീവികളെ കൊന്നാൽ അതിനെ ഭക്ഷിക്കാനുള്ള ഒരു ശ്രമം പലപ്പോഴും ഈ കടുവയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാറുണ്ട്. ഇത്തരം ഒരു സാധ്യത കണക്കിലെടുത്താണ് ആടിനെ അവിടെ തന്നെ ഇടുകയും ആ കടുവയെ വീണ്ടും ആകർഷിക്കാൻ കഴിയുമെന്ന് കരുതുകയും ചെയ്തത്. അവിടെ വെച്ചാണ് കടിച്ചത് അല്ലേ? അതെ അതെ, അതാണ് കൂട്. ആ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് വലിച്ച് കൊണ്ടുവന്ന സാഹചര്യത്തിൽ കുടുംബനാഥൻ കണ്ണുകയും ഒച്ചയുണ്ടാക്കുകയും ചെയ്തപ്പോൾ ആ കടുവ പിന്തിരിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. വീണ്ടും ആ കടുവ ഒരു 4:30 ആയപ്പോൾ വീണ്ടും വന്ന് ആടിനെ പിടിച്ച് വലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒന്നും കൂടെ വന്നിട്ടുണ്ട്. രണ്ടാം പ്രാവശ്യവും 4:30 കടുവ വന്നിട്ടുണ്ട് വെളുപ്പിന്. അപ്പോൾ അകത്ത് ഉണ്ടായിരുന്നില്ല? അകത്ത് നമ്മുടെ ഷൂട്ടർ ഉണ്ടായിരുന്നു. സെറ്റ് ചെയ്ത് വന്നപ്പോഴേക്കും ഇത് പെട്ടെന്ന് ആളുകളുടെ മുന്നിൽ നിന്ന് മറയുകയാണ് ഉണ്ടായത്. ആളുകളൊരു ഭീതിയുടെ അന്തരീക്ഷത്തിലേക്ക് നീങ്ങി. സ്വാഭാവികമായും വലിയ പ്രതിഷേധം ഉയർന്ന നിലയാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളിപ്പോ 7-ാം തീയതി കണ്ട കടുവയെ ഇതുവരെ പിടികൂടാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ള പ്രയാസമുണ്ട്. അപ്പൊ അത് ഓരോ ദിവസവും കടുവ ഇങ്ങനെ സ്ഥലം മാറി മാറി ആടുകൾ ഉപദ്രവിക്കുന്ന നിലയുണ്ട്. ഇത് വലിച്ചുകൊണ്ട് പോകുന്നില്ല, കൊന്നിട്ടിട്ട് പോകുന്ന നിലയാണുള്ളത്. അപ്പൊ അടിയന്തരമായി ഇതിനെ പിടികൂടാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. വനംവകുപ്പിനെ സംബന്ധിച്ച് ഇന്നലെയുള്ള ആ സമയത്ത് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ ഈ കടുവയെ രണ്ടാമത് വന്ന സമയത്തും വെടിവെക്കാൻ വേണ്ടി സാധിച്ചില്ല. അപ്പോഴേക്കും കടുവ പെട്ടെന്ന് മാറുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ ജനങ്ങളൊക്കെ വലിയ പ്രതിഷേധവുമായി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അത് വനംവകുപ്പ് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഇടപെടൽ നടത്തണം എന്നുള്ളതാണ് വീണ്ടും വീണ്ടും നമുക്ക് പറയാനുള്ളത്. ഇതിപ്പോ ആദ്യം വന്നു, രണ്ടാമത് വീണ്ടും ഈ ഇതിനെ വലിച്ചെടുക്കാൻ വന്നു. അപ്പൊ RRT സംഘം ഈ വീടിനകത്ത് പക്ഷെ എന്ത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഷൂട്ട് ചെയ്യാൻ റെഡി ആകുമ്പോഴത്തേക്കും കടുവ മാറുന്ന വരെ ഉണ്ടായി. അതാണ് ഇപ്പൊ ഡോക്ടർ ഉൾപ്പെടെ പറഞ്ഞത്. അതായത് ഈ വീടിനുള്ളിൽ ശ്രീജ നമുക്ക് കാണാം കടുവ എത്തിയ ആട്ടിൻകൂട് അവിടെയാണ്. അതിന്റെ നേരെ എതിർവശത്തായി ഈ വീടിന്റെ മുറ്റത്ത് തന്നെയാണ് ആടിനെ ഇട്ടിരുന്നത്. അവിടേക്കാണ് 4:00 വീണ്ടും ആടെത്തിയത്. ഈ വീടിനുള്ളിലാണ് ഇന്നലെ ഡോക്ടർ അരുൺ സക്കറെ അടക്കമുള്ള വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർ ഇന്നലെ രാത്രി മുഴുവൻ തമ്പടിച്ചത്. അവിടെ നിന്നും ഈ പുറത്തേക്ക് അവിടെ നിന്നും പുറത്തേക്ക് ഈ ജനലിലൂടെയും മറ്റുമൊക്കെ ഈ ലക്ഷ്യത്തിലേക്ക് ടാർഗറ്റ് ചെയ്താണ് ഇരുന്നത്. പക്ഷെ അവർക്ക് പിടികൂടാൻ പറ്റില്ല. എന്തായിരുന്നു നമ്മ ഇന്നലെ സംഭവിച്ചത്? ഇന്നലെ രാത്രി ഒരു 11:45 ഞാൻ TV കണ്ടിരിക്കുകയായിരുന്നു. ചേട്ടൻ ഇവിടെ കിടക്കുക. അപ്പൊ ഞങ്ങളിങ്ങനെ കടുവപ്പേടി ഉള്ളത് കാരണം തീയെല്ലാം കൂട്ടി ലൈറ്റൊക്കെ ഇട്ടിട്ടായിരുന്നു കിടന്നത്. ഈ ന്യൂസിൽ ഇങ്ങനെ അമരക്കുനീത്തെ എഴുതി കാണിക്കുന്നതാണ്. ഞാൻ ന്യൂസ് എന്തായിരുന്നു കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. 11:45 അപ്പോഴാണ് പെട്ടപ്പെട്ടേന്ന് ഒച്ച ഇട്ടിട്ട് ചാടി എണീപ്പ് ചേട്ടൻ വാതിൽ ഇത് ജനല് തുറന്നപ്പോഴേനും ഓടുന്ന കണ്ടു. ചേട്ടൻ കണ്ടു. ഞാനിവിടുന്ന് എണീറ്റ് ഓടി വന്ന വാതില് തുറന്ന് പുറത്തിറങ്ങിയപ്പോഴും വാതില് തുറക്കല്ലേന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ മെമ്പറെ വിളിച്ച് അനിയന്മാരെയൊക്കെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോ മെമ്പർ പറഞ്ഞ് പുറത്തിറങ്ങല്ലേ, ഇപ്പൊ വരാന്ന് പറഞ്ഞു. അവരിവിടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാവരും അപ്പൊ തന്നെ എത്തി. ഞങ്ങൾക്ക് അതുകൊണ്ടാണ് ജീവിക്കുന്നത്. ഇനിയൊരു തള്ളയാടുണ്ട്. ഇത് വലിയ അതിനെ കൊടുക്കാതെ വെച്ചിരിക്കുകയായിരുന്നു. ഈ ചവിട്ടിക്കാനൊക്കെ വരുമ്പോ 500 രൂപ കിട്ടും. അപ്പൊ എന്നും കാക്കാമാര് വരുമ്പോ കൊടുക്കാതെ നിർത്തിയതായിരുന്നു. ഇന്നലെയും വന്നതാ, എന്നിട്ടും കൊടുത്തില്ല. അപ്പൊ ഇതിന്റെ തള്ളയും ഉണ്ട്, അത് പ്രസവിക്കാറായി നിൽക്കുന്നുണ്ട്. കൊടുക്കാതെ വെച്ചോണ്ടിരുന്നിട്ട് ഇങ്ങനെയായി. കൊടുക്കാതെ ഇന്നലെയും വന്നത് ആൾക്കാര്. അപ്പൊ നമുക്കൊരു വരുമാനം ഉണ്ടല്ലോ പറഞ്ഞിട്ട് വരുമാനം മുടങ്ങി. ഞങ്ങൾക്ക് ആടിനെ പൈസ എന്തെങ്കിലും അത് മാത്രം ഒരാടിനെ അതിനൊരു ജീവനാണല്ലേ. ഇന്നലെ ഞങ്ങൾ പോയെടുത്ത് ഈ തള്ളയാടിനെ കൊണ്ടുപോയപ്പം കുപ്പിപ്പാല് കൊടുത്ത് വളർത്തുന്ന ആളുകളെ കുട്ടികള് ഇത് പ്രസവിക്കാറായി നിൽക്കുക നമ്മളാട്. അതിനപ്പുറത്ത് തന്നെ കൊണ്ടേ കെട്ടി. രാത്രി തന്നെ ഇവര് വന്നപ്പോ കൂട്ടുന്ന് മാറ്റി മോന്റെ അടുത്ത് കൊണ്ടേ കെട്ടിയിരിക്കുക. അതിനിപ്പോ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കെട്ടണം. കാശ് പോയതിലല്ല, അതിനേക്കാൾ ഒരു മോനെപ്പാല് ഇവിടുത്തെ ഒരു അങ്ങല്ലേ പോയത്. ഞങ്ങളെ വീട്ടിലത്തെ ഒരാളല്ലേ പോയത്. നിങ്ങളുടെ കുടുംബാംഗമായിട്ട് തന്നെയാണ് ഇതിനെ കണ്ടിരുന്നത്. വരുമ്പോഴേനും കരച്ചില് ചെന്ന് ചപ്പൊക്കെ കൊടുക്കുക. പിന്നെ ചവിട്ടിക്കാൻ കൊണ്ടുവരുമ്പോ 500 രൂപ വെച്ച് കിട്ടും ഒരാടിന് ചവിട്ടിച്ചത്. അപ്പൊ ആൾക്കാർ കൊണ്ടുവരുന്നുണ്ട്. അതാണ് വരുമാനം. പിന്നെ പാല് കറന്നു കൊടുക്കുമായിരുന്നു. ഇപ്പൊ പ്രസവിക്കാറായി നിൽക്കുക. നല്ല പാലുള്ള ആടാണ്. അപ്പൊ പാലിന് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. കുടുംബം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കൂലിപ്പണിയല്ലേ. ചേട്ടന് പണിയില്ലാതെ കുറേ ആയി. ഇപ്പൊ
അപ്പൊ ഇന്നലെ രാത്രി അവരിവിടെ ഇതിനകത്തായിരുന്നായിരിക്കും അല്ലേ ഈ വനംവകുപ്പിന്റെ ആൾക്കാരൊക്കെ? എല്ലാരും ഉണ്ടായിരുന്നു ഇവിടെ, സാറുമാരൊക്കെ ഉണ്ടായി. എന്നിട്ട് 4:30 ഒന്നുകൂടെ വന്നായിരുന്നു. ഞാൻ അപ്പുറത്തേക്ക് മോന്റെ വീട്ടിലേക്ക് പോയി. നിങ്ങൾ ഇവിടുന്ന് മാറ്റി? മാറ്റി. ചേട്ടൻ മാത്രമേ ഉണ്ടാവുള്ളൂ, ഞാനും ചെറിയ മോനും ഉണ്ടായിരുന്നു മോന്റെ വീട്ടിൽ. ഞങ്ങൾ അപ്പുറത്തേക്ക് പോയി. ചേട്ടനോടെ ഉണ്ടായിരുന്നു. അപ്പൊ വിളിച്ചപ്പോഴൊന്നും ഫോൺ എടുക്കുന്നില്ല. ഞാൻ രാവിലെ 6 മണിക്ക് വിളിച്ചപ്പോൾ പറഞ്ഞപ്പോ വരണ്ടാന്ന്. അപ്പോഴാണ് ഞങ്ങൾ വന്നത്. അടുത്ത് തന്നെ വീട്, അതാണ് മോന്റെ വീട്. എന്തായാലും സർക്കാർ എന്തെങ്കിലുമൊക്കെ തരാതിരിക്കില്ല. സർക്കാർ എല്ലാരും ഉണ്ടല്ലോ ഇപ്പം. അതാണ് ഈ പണം നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ആടിനെ നഷ്ടപ്പെടുന്നതിലുപരി അവരൊരു കുടുംബാംഗത്തെ പോലെ കണ്ട് വളർത്തിയിരുന്ന ആടാണ്. അതിന്റെ ഒരു വിഷമം ആണ് ആ അമ്മയുടെ വാക്കുകളിൽ നമ്മൾ കണ്ടത്. അവരുടെ കണ്ണുനീർ തോരുന്നില്ല. ഈ വീട്ടിനുള്ളിൽ എത്തിയാണ് അവർ അരുമയായി വളർത്തിയ ആടിനെ ആ കടുവ കൊണ്ടുപോയത്. എന്തായാലും രാവിലെ തന്നെ ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ കാണുന്നു. നമുക്ക് ഈ അമ്മയുടെ ഭർത്താവുണ്ട്, ചന്ദ്രൻ ചേട്ടൻ. എങ്ങനെ നിങ്ങൾക്കൊരു കണക്കൂട്ടലില്ലായിരുന്നോ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആടുകളെ കടുവ അടിക്കുന്ന ഒരു സാഹചര്യം? ഒരു ഭയം ഉണ്ടായിരുന്നു? ഭയം ഉണ്ടായിരുന്നു, പക്ഷെ പെട്ടെന്നൊരു കൂടൊന്നും അങ്ങനെ അടിച്ചുണ്ടാക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. ഈ വീടിനകത്തോട്ടൊന്നും കയറ്റിയിടാനുള്ള സൗകര്യം ഇല്ലല്ലോ. ഈ ആകെ 2 റൂമല്ലേ ഉള്ളൂ. ഇതിപ്പോ ശബ്ദം കേട്ടോ? ഈ കടുവ വന്നപ്പോ നിങ്ങൾ എങ്ങനെ അറിഞ്ഞത്? ഭയങ്കര സൗണ്ട് കേട്ടു, വലിച്ചോടിക്കുന്ന സൗണ്ടും ആടുമെല്ലാം കരയുന്ന സൗണ്ട് കിട്ടും. അപ്പം ജനല് തുറന്നിട്ട് വടികൊണ്ട് ആ ചുമരിൽ അടിച്ച് വെച്ചുണ്ടാക്കി കഴിഞ്ഞപ്പം കടി വിട്ടിട്ട് ചാടിയാണ്. നിങ്ങൾ വേളം ഉണ്ടാക്കാൻ വിട്ടിട്ട് ഓടി അല്ലേ? ഇതാണ് ഷീജ. ഇവർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു വിഷമം വാക്കുകൾ പോലും പുറത്തേക്ക് വരാത്ത രീതിയിൽ വിഷമത്തിലാണ് നാട്ടുകാർ. ഒന്നടങ്കം ഇപ്പോൾ ഈ വീടിന്റെ സമീപത്തേക്ക് എത്തിയിരിക്കുന്ന കാഴ്ചയാണ്. ഒരുപക്ഷെ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഇന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇന്നലെ തന്നെ നാട്ടുകാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത്രയധികം ഊർജിതമായി ശ്രമങ്ങൾ നടക്കുമ്പോഴും വീണ്ടും വീണ്ടും ആടുകൾ കൊല്ലപ്പെടുന്നു എന്നതാണ് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ വസ്തുത. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചും അവരും വളരെ ഉചിതമായി തന്നെ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയും ഒളിക്കാനുള്ള ഇടങ്ങളും പകൽ സമയങ്ങളിൽ അധികം മൂവ്മെന്റ് ഇല്ലാത്ത, അതായത് ദൃശ്യപരിധിയിലേക്ക് പലപ്പോഴും എത്താൻ കഴിയാത്തതുമാണ് തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. അങ്ങേയറ്റം ആരോഗ്യം ക്ഷയിച്ച ഒരു കടുവയാണ്, പ്രായം ഉള്ള കടുവയാണ്. ശാരീരികമായി പല അവശതകളുണ്ട് എന്ന് ഇതിനകം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽ ഇനി ഏത് രീതിയിലാവും പ്രവർത്തനങ്ങൾ എന്ന് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. ശരി, അനീഷാണ് വിവരങ്ങൾ നൽകിയത്. വയനാട് പുൽപ്പള്ളിയിലെ തൂപ്രയിലാണ് ചന്ദ്രൻ എന്ന ആളിന്റെ വീട്ടിലെ ആടിനെ ഇന്നലെ കടുവ പിടിച്ചത്. ഇത് തുടർച്ചയായ 5-ാം ദിവസമാണ്. നമുക്കറിയാം, അതൊരു വരുമാനം എന്നതിനപ്പുറത്ത് വീട്ടിൽ വളർത്തുമ്പോൾ അത് ഒരു അംഗത്തെ പോലെ ആയിരിക്കും. അതിനെ കണ്ണിന് മുന്നിൽ കടുവ കടിച്ചു കൊല്ലുക എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു പേടി അവരെ വലിയ രീതിയിൽ തന്നെ ബാധിക്കുന്നുമുണ്ട്. ഇന്നലെ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് പ്രതിഷേധം ഉണ്ടായിരുന്നു. പക്ഷേ പ്രതിഷേധം ഉണ്ടാകുമ്പോഴും വനം വകുപ്പ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ കുറച്ചുകൂടി ഊർജിതമായി ഒരു മയക്കുവെടിയിലേക്ക് പോകാനുള്ള ഊർജിതമായ ശ്രമങ്ങളാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്.